റോമൻ ചക്രവർത്തി ടൈറ്റസ് ജെറുസലേം ആക്രമിച്ച് അല്ലെങ്കിൽ ജെറുസലേമിൽ ലഹളെ അമർച്ച ചെയ്യുവാനായിട്ട് ജെറുസലേമിലേക്ക് എത്തുകയും ഈ ഒരു ആക്രമണത്തിൽ 10 ലക്ഷത്തിലധികം യഹൂദന്മാരെ കൊന്നുകളയുകയും യഹൂദന്മാരെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു കളയുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ ഓടി 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 യഹൂദന്മാർ എവിടം വരെ എത്തി? ഇന്ത്യയിലല്ല, നമ്മുടെ കേരളത്തിലെത്തി. ഇവിടുത്തെ ഇതിന് ചുറ്റുപാടുള്ള കൊച്ചി നഗരത്തിൽ വരെ എത്തി. പ്രിയപ്പെട്ടവരെ, ആ യഹൂദന്മാരെ AD 70 ടൈറ്റസ് ഓടിച്ചു കളഞ്ഞതാണ്. ടൈറ്റസ് ഓടിച്ച് അവർ ലോകമെങ്ങും ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയ യഹൂദന്മാരുടെ ചരിത്രം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് യഹൂദന്മാർ സ്വന്തം ദേശത്ത് നിന്ന് ചിതറിക്കപ്പെടുവാൻ ഈ ഘോരമായിരിക്കുന്ന പ്രതിദാനം ചെയ്യുന്ന റോമൻ സാമ്രാജ്യം കാരണമായി എന്ന് പറയുകയാണ്. അപ്പസ്തോലന്മാരെ 1-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വരിക. അപ്പസ്തോലന്മാരെ അവർ യേശുവിനെ കൊന്നത് റോമൻ സാമ്രാജ്യമാണെങ്കിൽ അതേ യേശുവിന്റെ അപ്പസ്തോലന്മാരെ അതിക്രൂരമായി അവർ കൈകാര്യം ചെയ്തു. പല അപ്പസ്തോലന്മാരെ അവർ കൊന്നുകളഞ്ഞു. അപ്പസ്തോലനായ യോഹന്നാനെ അവർ നാട് കടത്തി. അദ്ദേഹം പത്മോസിൽ ഇരിക്കുമ്പോഴാണ് ദൈവം അദ്ദേഹത്തിന് എന്ത് കൊടുത്തത്? ക്രിസ്തു മുഖാന്തരം, അല്ലെങ്കിൽ ക്രിസ്തു പിന്നീട് ഒരു ദൂതൻ മുഖാന്തരം വെളിപാട് കാണിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഭിന്ന രാജ്യത്വമായിരുന്നു എന്ന് പറയുകയാണ്. നെബൂഖദ്നേസറിന് കാണിച്ചു കൊടുത്ത ഈ ദർശനത്തിൽ പാതികാല് ഇരുമ്പും പാതികാല് കളിമണ്ണുമാണ്. അതൊരു ഭിന്ന രാജ്യത്വമാണെന്ന് പറയുകയാണ്. ഒരിക്കലും കൂടിച്ചേരാത്ത 2 ലോഹങ്ങൾ അല്ലെങ്കിൽ 2 വസ്തുക്കളാണ് എന്ത്? ഇരുമ്പും കളിമണ്ണും. എത്ര കാലം നമ്മളൊരു കുപ്പിക്കകത്തിട്ട് വെച്ചാലും ഒരിക്കലും നമ്മൾ യോജിക്കില്ല, രണ്ടായി നിൽക്കും. പക്ഷെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചായിരുന്നത് കേട്ടോ. രണ്ടുപേരും ഒന്നിച്ചായിരുന്നത്. പരസ്പരം വിശ്വസിക്കാതെ പരസ്പരം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന 2 സാമ്രാജ്യങ്ങൾ. ഇതിൽ ഒരു സാമ്രാജ്യമേ നിങ്ങൾ ഇത്രയും നേരം കണ്ടുള്ളൂ. അതാണ് നമ്മൾ കണ്ട അഗസ്തീനോസ് കൈസറും തിബേരിയോസ് കൈസറും നീറോ ചക്രവർത്തിയും ടൈറ്റസും ഒക്കെ ഉൾപ്പെടുന്ന പൊളിറ്റിക്കൽ റോം. അതാണ് നമ്മൾ കാണുന്ന രാഷ്ട്രീയ റോം. പ്രിയപ്പെട്ടവർ, ഈ രാഷ്ട്രീയ റോമിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു മതറോം ഉണ്ട്. അതാണ് നമുക്ക് കാണുന്ന മറ്റൊരു സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇതാണ് ഭിന്ന സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇതാണ് കളിമണ്ണെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവിനെ കൊന്നു കളഞ്ഞത് കൗശലശാലിയായ തിബേരിയോസ് കൈസറിന്റെ ഗവർണർ ആയിരുന്ന പീലാത്തോസ് ആണ്. ഇവന്റെ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കൊന്നു തരാം എന്ന് പറഞ്ഞ് കൊല്ലാൻ വിധിച്ചു. അതിനുശേഷം യേശുവിന്റെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാരെ അതിക്രൂരമായി അവർ കൈകാര്യം ചെയ്തു. ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ എന്ന് പേർപ്പെട്ടവരെയൊക്കെ അവർ അതിക്രൂരമായി കൈകാര്യം ചെയ്തു. നിങ്ങൾക്കറിയാം പൗലോസ് അപ്പസ്തോലന്റെ ചരിത്രം. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ആരുടെ ആളായിരുന്നു? അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ റോമൻകാരോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ആളായിരുന്നു ശൗൽ എന്ന് പറയുന്ന പൗലോസ്. എന്നാൽ പൗലോസ് പിന്നീട് കർത്താവിനാൽ വിളിക്കപ്പെടുകയും അപ്പസ്തോലൻ നിലയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ് പ്രിയപ്പെട്ടവരെ. ഇതൊന്നും ബൈബിളിൽ മാത്രമല്ല, ലോക ചരിത്രത്തിലും സ്ഥാനം പിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ കാണുന്നത് 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും ക്രിസ്ത്യാനികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ഈ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ. എന്നാൽ 4-ാം നൂറ്റാണ്ട് ഉദയം ചെയ്തപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. 4-ാം നൂറ്റാണ്ട് ഉദയം ചെയ്യാന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 306 ഒരു ചക്രവർത്തി ഭരണം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ പേര് കുസ്തന്തീനോസ് എന്നായിരുന്നു. കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന കുസ്തന്തീനോസ് ചക്രവർത്തി 306 എത്തിയപ്പോൾ, അതായത് 4-ാം നൂറ്റാണ്ടിന്റെ ഉദയത്തിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ കുസ്തന്തീനോസ് ചക്രവർത്തി അധികാരമേറ്റു. AD 306 അധികാരമേറ്റ അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ AD 313 എത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം അതുവരെ അദ്ദേഹത്തിന്റെ മുൻഗാമികൾ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ക്രിസ്തീയ സഭയെ അദ്ദേഹം അങ്ങ് സ്നേഹിച്ചു തുടങ്ങി. ഒടുവിൽ അദ്ദേഹം ക്രിസ്ത്യാനിയായി തീർന്നു. അദ്ദേഹം രാജ്യത്തിലെ ഔദ്യോഗിക മതമായി എന്തിനെ പ്രഖ്യാപിച്ചു? അദ്ദേഹം രാജ്യത്തിലെ ഔദ്യോഗിക മതമായി അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ പ്രഖ്യാപിച്ചു. He accepted the Christianity and he made the Christianity as the Christian religion as the official religion of the kingdom. അങ്ങനെ രാജ്യത്തിലെ ഔദ്യോഗിക മതമായി അദ്ദേഹം ക്രിസ്തുമതത്തെ ഭരിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? Church became an extension of the state. Church became an extension of the state. സഭ എന്ന് പറയുന്നത് രാജഭരണത്തിന്റെ ഒരു തുടർച്ചയായി മാറി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. രാജസദസ്സിൽ ക്രിസ്തീയ പുരോഹിതന്മാർക്കും ക്രിസ്തീയ മേലധ്യക്ഷന്മാർക്കും അവകാശങ്ങൾ ലഭിച്ചു. യൂറോപ്പിലെങ്ങും ക്രിസ്ത്യാനി എന്ന പേര്, പണ്ട് ക്രിസ്ത്യാനി എന്ന പേര് കളിയാക്കി വിളിച്ചതാണ്. നിങ്ങൾക്കറിയാം, അന്ത്യോക്യയിൽ സ്തെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ ക്രിസ്ത്യാനി എന്ന് കളിയാക്കി വിളിച്ച പേര് 4-ാം നൂറ്റാണ്ടെത്തിയപ്പോൾ യൂറോപ്പിലെങ്ങും ഒരു അഭിമാനമുള്ള പേരായി മാറി. അവിടുത്തെ ആൾക്കാർ കണ്ണം കൂടി ക്രിസ്ത്യാനികളായി. എന്തിനു വേണ്ടിയാണ് അവർ കണ്ണം കൂടി ക്രിസ്ത്യാനികളായത്? രാജസദസ്സിൽ അംഗീകാരം കിട്ടാനും ജോലികൾ കിട്ടാനും സംവരണങ്ങൾ കിട്ടാനും ഒക്കെ അവര് ഔദ്യോഗിക മതത്തിലേക്ക് അവർ മാറി. അവരാരും ക്രിസ്തുവിന്റെ വചനങ്ങളിൽ വീണ്ടും ജനിച്ചിട്ടല്ല അവർ ക്രിസ്ത്യാനികളായത്. പിന്നെ കൂട്ടത്തോടുകൂടി ആ ദേശത്തെ ജനങ്ങളെല്ലാം ക്രിസ്ത്യാനികളായി മാറി. ക്രിസ്തീയ സഭകൾ വളർന്നു, എണ്ണത്തിൽ വളർന്നു. പ്രിയപ്പെട്ടവർ, എന്ത് സംഭവിച്ചു? ക്രിസ്തീയ മേലധ്യക്ഷന്മാർ സഭയുടെ അല്ലെങ്കിൽ ആദിമസഭയുടെ ഈ പറയുന്ന 4-ാം നൂറ്റാണ്ടിലെ സഭയുടെ നേതാക്കന്മാരൊക്കെ രാജസദസ്സുകളിൽ അംഗീകരിക്കപ്പെടുകയും ബഹുമാനിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ AD 395 വരെ ഇങ്ങനെ സഭയും പൊളിറ്റിക്കൽ റോമും അതേപോലെ തന്നെ ഈ പറയുന്ന
സഭാ സമൂഹങ്ങളും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നു. AD 327 നിങ്ങൾ നോക്കുക, BC 30 തുടങ്ങിയ സാമ്രാജ്യമാണ്. AD 345 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി, 400 വർഷങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോഴും പൊളിറ്റിക്കൽ റോം ശക്തമായി നിലകൊള്ളുകയാണ്. ആ 395 എത്തിയപ്പോൾ നമ്മൾ കാണുന്നത് 395 എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സംഭവമുണ്ട്. പക്ഷെ 395 ഈ സംഭവത്തിന് കാരണം കോൺസ്റ്റാന്റിനിലെ കുസ്തന്തീനോസ് ചക്രവർത്തി ഒരു പണി ചെയ്തു. അദ്ദേഹം റോമൻ ചക്രവർത്തിയായിരുന്ന കാലഘട്ടത്തിൽ 313 ഈ ക്രിസ്ത്യാനിയായി തീർന്ന ശേഷം അദ്ദേഹം റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റോമിൽ നിന്ന് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റി. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതായത് തുർക്കിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ തുർക്കിയിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കിയിലെ ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇന്ന് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അദ്ദേഹം മാറ്റി. കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ്? ഏഷ്യയിലാണ്. ഏഷ്യയിലെ യൂറോപ്പിലാണെങ്കിൽ അദ്ദേഹം മാറ്റിയത് അതിനെ കിഴക്കോട്ട് മാറ്റി, പടിഞ്ഞാറ് നിന്ന് അദ്ദേഹം കിഴക്കോട്ട് മാറ്റി. നമ്മൾ കാണുന്നത് അപ്പോൾ റോമിൽ ഒരു ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടായി. പടിഞ്ഞാറൻ ആൾക്കാരെല്ലാവരും കൂടി പടിഞ്ഞാറൻ റോം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലഹള ഉണ്ടാക്കി. ഒടുവിൽ നമുക്ക് കാണുന്നത് 395 എത്തിയപ്പോൾ പൊളിറ്റിക്കൽ റോം രണ്ടായി പിളർന്നു. പടിഞ്ഞാറൻ റോമെന്നും കിഴക്കൻ റോമെന്നും ഈസ്റ്റ് റോമെന്നും വെസ്റ്റ് റോമെന്നും പറഞ്ഞ് രണ്ടായി പൊളിറ്റിക്കൽ റോം നടുവേ പിളർന്നു പോയി സഹോദരങ്ങളെ. അതിൽ ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് കിഴക്കൻ റോം എന്ന് പറയുന്ന ഇറ്റലിയിലെ സ്ഥലത്തെ തലസ്ഥാനമാക്കിക്കൊണ്ട് പടിഞ്ഞാറൻ റോം ശക്തമായി നിലകൊണ്ടു. ഇങ്ങനെ നമ്മൾക്കറിയാം, ഏതൊരു ഭരണവും പിളർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശക്തി ക്ഷയിച്ചു തുടങ്ങും. ഇവിടെ ആരംഭിച്ചു പൊളിറ്റിക്കൽ റോമിന്റെ ശക്തിക്ഷയം. അങ്ങനെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ റോം ക്ഷയിച്ചു തുടങ്ങി. കളിമണ്ണ് കൊണ്ടുള്ള കാൽ എന്ന് പറയുന്ന ഇരുമ്പ് കൊണ്ടുള്ള കാലുകൾക്ക് ശക്തിക്ഷയം സംഭവിച്ചു. പക്ഷേ ഈ സമയം മറ്റൊരു ശക്തി കച്ചേരി അധികാരത്തിൽ പിടിമുറുക്കി. ആരെന്നറിയാവോ ഈ ശക്തി കച്ചേരി? കളിമണ്ണ് എന്ന് ഈ പ്രവചനത്തിൽ പറയുന്ന മതറോം. മതമേലധ്യക്ഷന്മാർ രാജഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. രാജാക്കന്മാരുടെ നില പരുങ്ങലിലായപ്പോൾ മത നേതൃത്വത്തിലുള്ളവർ രാജഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ബിക്കോസ് ചർച്ച് ബിക്കേം ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്നായി കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് രാജഭരണത്തിൽ വലിയ പിടിപാടുകൾ ഉണ്ടായി. രാജാക്കന്മാരെ സ്വാധീനങ്ങൾ ചൊലുത്തി. നമ്മൾ കാണുന്നത് മത നേതൃത്വത്തിലുള്ള റോമിന്റെ ശക്തി ദാനിയേൽ എഴുതിയ 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കളിമണ്ണ് കൊണ്ട് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് അങ്ങനെ പൊളിറ്റിക്കൽ റോം ശക്തി ക്ഷയിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് റിലീജിയസ് റോം അല്ലെങ്കിൽ മത റോം ശക്തമായ ഭരണാധികാരികളുമായി മാറി. ഇതിന്റെ അവസാനം എന്ത് സംഭവിച്ചെന്ന് നോക്കുക. AD 325 മുതൽ മുന്നോട്ട് നീങ്ങിയ ഭരണം, വേറൊരു സാമ്രാജ്യവും ഭൂമിയിൽ വന്നില്ല. അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്, പ്രിയപ്പെട്ടവരെ, AD 799 എത്തിയപ്പോൾ, കൃത്യമായി പറഞ്ഞാൽ 800ന്റെ ആദ്യ ഭാഗത്ത് ഫ്രാൻസിലെ ഒരു രാജാവായിരുന്ന ഷാർലമീനെ പടിഞ്ഞാറിന്റെ ചക്രവർത്തി എന്ന് പറഞ്ഞുകൊണ്ട്, ദി എംപറർ ഓഫ് ദ വെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ചാർലമീൻ ചാർലമീൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചാൾസ് എന്ന് അവർ പറയുന്ന ചാർലമീൻ എന്ന് പറയുന്ന ആളെ എംപറർ ഓഫ് ദ വെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പടിഞ്ഞാറിന്റെ ചക്രവർത്തി എന്ന് പറഞ്ഞുകൊണ്ട് റോമിലെ ബിഷപ്പായിരുന്ന ലിയോ മൂന്നാമൻ, റോമിലെ ബിഷപ്പിന് പേരുണ്ട് കേട്ടോ. റോമിലെ ബിഷപ്പുമാരുടെ ബിഷപ്പ് എന്നാണ് പേര്. പോപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? AD 800-ാമത്തെ ആണ്ടിൽ അദ്ദേഹം ഈ ചാർലമീനെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചക്രവർത്തി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡറാണ്. അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നയാൾ മത നേതൃത്വത്തിലുള്ള ആളാണ്. ഇവിടെ മത നേതൃത്വത്തിലുള്ള ആളിന് ഈ പൊളിറ്റിക്കൽ ലീഡറിന്റെ മേൽ എത്ര സ്വാധീനമുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കാണുന്നത് കളിമൺ കൂടുതൽ ശക്തമാവുകയാണ്. ഇരുമ്പും കളിമണ്ണും കൂടി ഇലകറന്ന ഒരു ഭരണം നടക്കുകയാണ്. ലോകത്തിന്റെ ഭരണക്രമത്തിൽ സഭയ്ക്ക് ശക്തമായ സ്വാധീനം വന്ന ഒരു വർഷമാണ് AD 800 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് താനെ പൊളിറ്റിക്കൽ റോം അവസാനിച്ചു. പൊളിറ്റിക്കൽ റോം താഴോട്ട് വന്നു. പക്ഷേ ഹോളി റോമൻ എംപയർ എന്ന് പറയുന്ന ഈ പറയുന്ന കളിമണ്ണ് പ്രതിദാനം ചെയ്യുന്ന ഒരു സാമ്രാജ്യ ശക്തി, ഒരു ശക്തി ചേരി റോമിൽ പിടിമുറുക്കി. അവര് അധികാരത്തിൽ കൂടുതൽ ശക്തമായി വന്നു. രാഷ്ട്രീയ റോമിനെ ഈ ഹോളി എംപയർ എന്ന് പറയുന്ന മദർ റോം നിയന്ത്രിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, BC 606 ആരംഭിച്ച ജാതീയ ഭരണം ഇതാ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. BC 606 ആരംഭിച്ചിരിക്കുന്ന ജാതീയ ഭരണം ബാബിലോണും കടന്ന്, മേദിയ പെർഷ്യയും കടന്ന്, ഗ്രീസും കടന്ന്, ഗ്രീസിന്റെ മറ്റ് പട്ടാള ഭരണാധികാരികൾ കുറെ കാലം ഭരിച്ച ആ കാലഘട്ടവും കടന്ന് പിന്നീട് റോമിലേക്ക് കടന്നു വന്ന് റോമിലെ മത മേലധ്യക്ഷന്മാർ പൊളിറ്റിക്കൽ റോം തകർന്ന ശേഷവും റോമിന്റെ ഭരണം പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു. നമുക്കറിയാം ശിക്ഷാകാലം എത്ര വർഷമാണ്? 2520 വർഷം. അതുകൊണ്ട് 2520 വർഷം വരുന്നത് വരെയും പിന്നെ ആര് ഭരിക്കും? ഇവിടെ ഈ കളിമണ്ണ് കൊണ്ടുള്ള
ഈ കളിമണ്ണ് ഇരുമ്പ് കൊണ്ടുള്ളതിലെ കളിമണ്ണിന്റെ ഭാഗം പിന്നെ ശക്തമായ ഭരണം നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഏതാണ്ട് 1000 വർഷക്കാലം ദാനിയേൽ തന്നെ അതിന്റെ അവസാനം പറയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ആ കളിമണ്ണ് കൊണ്ടുള്ള റോമിന്റെ അല്ലെങ്കിൽ മദർ റോമിന്റെ അല്ലെങ്കിൽ ഹോളി റോം എംപയർ എന്ന് പറയുന്ന ആ എംപയറിനെ തകർക്കുന്നതും കാണിച്ചു തന്നിട്ടുണ്ട്. 11-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പറയുന്നത് ഫ്രാൻസിൽ ഉദയം ചെയ്ത ഒരു രാജാവ് ആരെന്നറിയോ? ദാനിയേൽ 11-ാമത്തെ അധ്യായത്തിൽ ഫ്രാൻസിൽ ഉദയം ചെയ്ത നെപ്പോളിയൻ എന്ന് പറയുന്ന ശക്തനായ ഒരു ഭരണാധികാരിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 11-ാമത്തെ അധ്യായം പഠിച്ചാൽ മനസ്സിലാവും. ലോക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ അധികാരം ഏറ്റെടുത്തു. ഫ്രാൻസിൽ മാത്രം ചക്രവർത്തിയായി, അദ്ദേഹം ഫ്രാൻസിലാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ? അദ്ദേഹം പണം നയിച്ചു. അദ്ദേഹം പണം നയിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് ഈ പാതി ഇരുമ്പ് കൊണ്ടുള്ള പൊളിറ്റിക്കൽ റോം ക്ഷയിച്ചെങ്കിലും അതിനോട് ചേർന്ന് നിന്ന ഭിന്ന രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമാകുന്ന കളിമണ്ണ് കൊണ്ടുള്ള മദർ റോം ശക്തമായി ഭരണം നടത്തുന്ന കാലഘട്ടം, അന്നുള്ള പോപ്പുമാർ ലോകത്തെ ഭരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 1799 കൃത്യമായി പറഞ്ഞാൽ ചാർലമീനെ അഭിഷേകം ചെയ്ത് 1000 വർഷങ്ങൾ കഴിയുമ്പോൾ, AD 800-ൽ ചാർലമീനെ അഭിഷേകം ചെയ്ത് അവിടുന്ന് 1000 വർഷം കഴിഞ്ഞ് 1799 ആകുമ്പോൾ 1000 വർഷം പൂർത്തിയാകുകയാണ്. 1000 വർഷം പൂർത്തിയാകുന്ന വർഷം കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഫ്രാൻസിലെ രാജാവായിരുന്ന നെപ്പോളിയൻ റോമിലെത്തി. റോമിനെ ലോകത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന ഈ റോമൻ അധിപനായിരുന്ന പോപ്പിനെ അറസ്റ്റ് ചെയ്ത് ഫ്രാൻസിലേക്ക് നാട് കടത്തിക്കളഞ്ഞു. അങ്ങനെ നമ്മൾ കാണുന്നത് AD 1799 ഓഗസ്റ്റ് മാസം 29-ാം തീയതി നെപ്പോളിയൻ ബോണപ്പാർട്ട്, അദ്ദേഹം ഈ കളിമണ്ണിന്റെ തലവനായിരുന്ന അല്ലെങ്കിൽ ഈ ഘോരമായിരുന്ന ഈ മൃഗത്തെ സൂചിപ്പിക്കുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ അവശേഷിക്കുന്ന അധികാരങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിന് അന്ത്യം കുറിക്കുകയാണ്. പിന്നെ എന്താണ് അവശേഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ കൈതൊടാത്ത ഒരു കല്ല് വന്ന് ഇതിനെ തകർക്കണം. അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഫസർ സേവ്യർ കൂടപ്പുഴ എഴുതിയ തിരുസഭാ ചരിത്രം പേജ് നമ്പർ 948 വളരെ വ്യക്തമായിട്ട് പോപ്പിനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വ്യക്തമായി പഠിക്കാനുള്ളതാണ്. മൃഗത്തിന്റെ സാദൃശ്യങ്ങൾ കാണപ്പെട്ട ഈ സാമ്രാജ്യങ്ങളൊക്കെ മൃഗീയ ഭരണകൂടങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാവുന്നു പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ നമ്മൾ കാണുന്ന BC 606-ൽ നിന്ന് നമ്മൾ AD 799-ലെത്തി. മൃഗീയ ഭരണകൂടങ്ങൾ ചവിട്ടി അരച്ചു, രക്തപ്പുഴകൾ ഒഴുകി, രാജാക്കന്മാർ ജനങ്ങളെല്ലാം അവരുടെ സൈന്യങ്ങളിലായിട്ട് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു. അവരുടെ നേട്ടത്തിന് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി ജനങ്ങളെ അവർ ഉപയോഗിച്ചു പ്രിയപ്പെട്ടവരെ. അങ്ങനെ മുന്നേറുന്ന ഒരു കാലഘട്ടത്തിൽ ദാനിയേലിന്റെ സ്വപ്നവും അർത്ഥവും വിവരിക്കുന്ന വേളയിൽ ദാനിയേൽ രൂപി പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കും. ആ രാജ്യത്വം ഈ ലോകരാജ്യങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഈ ഭൂമിയിൽ എന്നേക്കും നിലനിർത്തും എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ AD 799 അല്ലെങ്കിൽ AD 800 എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ഒരു 200 ചില വർഷങ്ങൾ മുമ്പ് നടന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ 2500 വർഷങ്ങൾ കടന്നില്ല. BC 606-ൽ നിന്ന് 2500 വർഷങ്ങൾ കടക്കണമെങ്കിൽ എവിടെ എത്തണം പ്രിയപ്പെട്ടവരെ? അപ്പൊ ദാനിയേലും നെബൂഖദ്നേസറും കണ്ട ഈ സ്വപ്നങ്ങളിലെ ഒരു നാൾ നശിച്ചു പോകാത്ത രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനുള്ള സമയമായി എന്ന സൂചനയാണ് നമ്മൾ കാണുന്നത്. ഈ ഭിന്ന രാജ്യത്വവും അവസാനിച്ചു, അല്ലെങ്കിൽ ഭിന്ന രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചു. ദാനിയേൽ പറയുന്നുണ്ട്, ശക്തി ക്ഷയിച്ചെങ്കിലും കുറെ സമയം കൂടി ഇതിവിടെ നിൽക്കും. കാരണം ഈ 2500 വർഷം കഴിയുന്നത് വരെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിന്റെ വാക്കുകൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-21 വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ അരുൾ ചെയ്ത പ്രകാരം, പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകനിലേക്ക് നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുമെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ കാണുന്ന മഹാകഷ്ടകാലത്ത് ദാനിയേൽ കണ്ട ദർശനത്തിൽ ദൈവം കാണിച്ചു കൊടുത്ത ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2520 വർഷം എവിടെ തീരും? BC 606-ൽ ആരംഭിച്ച ശിക്ഷ 2520 വർഷങ്ങൾ കഴിയുമ്പോൾ എവിടെ എത്തും? 2500 മൈനസ് 2520 മൈനസ് 606 അല്ലേ? അപ്പോൾ AD 1914 എത്തണം. AD 1914 എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും ജാതീയ സാമ്രാജ്യങ്ങൾ വഴിമാറിപ്പോണം. ആർക്കു വേണ്ടി വഴിമാറിപ്പോണം? അവകാശമുള്ളവൻ വരുമ്പോൾ വരുന്ന സമയമായി.
അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അവകാശമുള്ളവൻ വരുന്നോളും ഇനി ഈ രാജ്യത്വം നീങ്ങിപ്പോകും, അവകാശമുള്ളവൻ വരുമ്പോൾ ഈ സിംഹാസനത്തിൽ വീണ്ടും ഞാൻ അവനെ ഇരുത്തുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ജാതികളുടെ കാലം ഞാൻ മുമ്പ് വിവരിച്ചതുപോലെ 2520 വർഷക്കാലം നീണ്ട കാലം 1914 AD അവസാനിക്കുകയാണ്. ആയതിനാൽ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് സൂചന തരികയാണ്. ദാനിയേലിനോട് തന്നെ പറഞ്ഞു അതിന്റെ അവസാനവും 12-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ കാലത്ത്, ഏത് കാലത്താണ് വ്യക്തമാണ്. 11 അധ്യായങ്ങൾ വരെ പറയുന്നത് ഈ സാമ്രാജ്യങ്ങൾ, ഈ മൃഗീയ സാമ്രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണത്തെ സംബന്ധിച്ചാണ്. ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ നെബൂഖദ്നേസർ കാണുന്ന സ്വപ്നം മുതൽ 4, 5, 6, 7, 8, 9, 10, 11 അധ്യായങ്ങൾ വരെ, ഒടുവിൽ 11-ാമത്തെ അധ്യായത്തിൽ നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നവരെ വ്യക്തമായി എഴുതിക്കൊണ്ട് 2520 വർഷം ഈ ഭൂമിയെ രാഷ്ട്രീയമായി ചവിട്ടിമെതിക്കുന്ന സാമ്രാജ്യ ശക്തികളെ കുറിച്ച് രേഖപ്പെടുത്തിയ ദാനിയേലിനോട് തന്നെ ദൈവം പറഞ്ഞു, ഒടുവിൽ ആ കാലം എത്തുമ്പോൾ, ഏത് കാലം എത്തുമ്പോൾ, ഈ 2520 വർഷം കഴിയുന്ന കാലം, ആ കാലത്ത് 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആ കാലത്ത് സ്വജാതിക്കാർക്ക് തുറന്നു തന്റെ സ്വജാതിക്കാർക്ക് തുറന്നു നിൽക്കുന്ന മിഖായേൽ എന്ന പ്രഭു എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതുപോലെ ഇന്ന് വരെ ഉണ്ടാകുന്ന മഹാകഷ്ടങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒരു ജാതി ഉണ്ടായതുപോലെ ഇന്ന് വരെ ഉണ്ടാകുന്ന മഹാകഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ടൈം ഓഫ് ട്രബിൾ ആ അന്ത്യകാലത്ത് ഉണ്ടാവും എന്ന് പറയണം. ഏതായാലും അന്ത്യകാലം ഈ 2520 വർഷമാകുന്ന ശിക്ഷാകാലം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ ഒരു വലിയ ദുരന്തത്തിന്റെ കാലം ഉണ്ടാകും. എന്തിനു വേണ്ടിയായിരിക്കണം ദുരന്തത്തിന്റെ കാലം ഉണ്ടാകുന്നത്? അവിടെ ദുരന്തത്തിന്റെ കാലം ഉണ്ടാകുമ്പോൾ മിഖായേൽ എഴുന്നേൽക്കുകയാണ്. തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി പടപൊരുത്തുവാണ് മിഖായേൽ എഴുന്നേൽക്കുമെന്ന് പറയുകയാണ്. ഈ മിഖായേൽ എന്ന പേരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ തന്റെ സ്വജാതിക്കാർക്ക് തുറന്നു നിൽക്കുന്ന മിഖായേൽ എഴുന്നേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിലെ അവസാനത്തെ രാജാവായ സെദെക്കിയാവിനെ മാറ്റിക്കളയുമ്പോൾ അവിടെ പറഞ്ഞ പ്രവചനത്തിൽ പറയുന്നത് ഇനി അവകാശമുള്ളവൻ വരുമ്പോൾ ഞാൻ ആ സിംഹാസനത്തിൽ അവനെ ഇരുത്തുമെന്നാണ്. അപ്പൊ അവകാശമുള്ളവൻ വരുവാൻ സമയമായി. 7 കാല ശിക്ഷയാകുന്ന 2520 വർഷങ്ങൾ കഴിഞ്ഞു. 1914 ആവുമ്പോൾ ജാതികൾക്ക് കൊടുത്ത അവകാശത്തിന്റെ ഭരണത്തിന്റെ കാലം അവസാനിച്ചു. അവർക്ക് ലീസിന് കൊടുത്ത കാലം അവസാനിച്ചു. ഇനി അവർ എന്തിനു വേണ്ടി വഴിമാറിപ്പോണം? അവര് വഴിമാറിപ്പോകേണ്ടത് നമ്മുടെ കർത്താവിന് വേണ്ടിയാണ്. നമ്മുടെ കർത്താവാണ് അവകാശമുള്ളവൻ, നമ്മുടെ കർത്താവാണ് മിശിഹ എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവാണ് മിഖായേൽ എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവാണ് അവകാശമുള്ളവൻ എന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ പ്രിയപ്പെട്ടവരെ? ആരാണ് അവകാശിയായെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക്, എനിക്ക് തോന്നുന്നത് സങ്കീർത്തനം 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ ഉത്തരം കണ്ടെത്താൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ ഒരുവനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, പക്ഷെ ലോകത്തിലെ രാജാക്കന്മാർ അവരുടെ ഭരണം വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. അതുകൊണ്ട് സങ്കീർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയ്ക്കും അവന്റെ അഭിഷേകത്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും ഗൂഢാലോചന ചെയ്യുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നു. കാരണം അവനറിയാം എത്ര ഗൂഢാലോചന നടത്തിയാലും ഇനി തരില്ല, ഇനി മനുഷ്യവർഗത്തെ ചവിട്ടി മെതിക്കാൻ ഞാൻ വിട്ടുതരില്ല. ലോകത്തിലും പാപത്തിലും മരണത്തിലും കടന്ന മനുഷ്യവർഗത്തെ തന്റെ പ്രിയപുത്രന്റെ അനുസരണത്താൽ വീണ്ടെടുത്ത ദൈവം അവനെ ഒരു രാജാവെ വാഴിക്കുകയാണ്. തുറന്നു പറയുകയാണ്, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഞാൻ, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുകയാണ്. ഈ ലോകത്തിലെ അധിപതികൾ രാജ്യഭരണം വിട്ടുകൊടുക്കാൻ തയ്യാറാകാൻ 914 മുതൽ ഇവിടെ പിടിച്ച് തൂങ്ങി നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്കും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ വിട്ടുതരില്ല, ഞാൻ എന്റെ പർവ്വതമായ സിയോനിൽ ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപുത്രനെ ഞാൻ രാജാവായി വാഴിച്ചിരിക്കുന്നു, എന്റെ പ്രിയപുത്രനെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പറയുകയാണ്, നീ എന്നോട് ചോദിക്കുക, ജാതികളെ ഞാൻ നിനക്ക് അവകാശമായി തരും. നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ഭൂമിയുടെ അറ്റങ്ങളോളം കൈവശമായി തരും. നീ ഇരുമ്പുകൾ കൊണ്ട് അവരെ ഭരിക്കും, കുശവന്റെ പാത്രം പോലെ നീ അവരെ നുറുക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, അവകാശമുള്ളവൻ, അധികാരമുള്ളവൻ വരികയാണ്. നമ്മൾ ഇത്രയും നേരം ചോദിച്ചു, അവകാശമുള്ളവൻ ആരാണ്, യോഗ്യതയുള്ളവൻ ആരാണ്? ദൈവം പറയുന്നുണ്ട് ദാനിയേൽ പുസ്തകത്തിൽ, എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ദൈവത്തിന് ബോധിച്ചാരെന്നറിയോ? ദൈവത്തിന് ബോധിച്ചതിന്റെ പ്രിയപുത്രനെയാണ്. കാരണം അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. 24 മണിക്കൂറുള്ള ദിവസമല്ല എന്ന് നമുക്ക് തിരുവനന്തപുരത്ത് പറയുന്നുണ്ട്. 1000 വർഷങ്ങളാകുന്ന ഒരു സഹസ്രാബ്ദ ദിനമാണ്. ഈ 1000 വർഷങ്ങളാകുന്ന ദിനത്തെ സംബന്ധിച്ചാണ് ദാനിയേൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞ ആ കാലഘട്ടത്തിൽ, ആ കാലത്ത്, ആ കാലം എന്ന് പറയുന്നത് ഈ അന്ത്യദിനത്തിലാണ്. വൺ ഓഫ് ദീസ് ഡേയ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാലമാകുന്ന 1000 വർഷങ്ങളാകുന്ന സഹസ്രാബ്ദം എന്ന് ബൈബിൾ പറയുന്ന 1000 വർഷങ്ങളാകുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ഭൂമിയെ ന്യായം വിധിക്കുവാനുള്ള ദിവസത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 17:32 പറയുന്ന ആ ദിനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 1914 ആരംഭിച്ചിരിക്കുന്ന ഒരു ദിവസത്തിലാണ് നാം നിൽക്കുന്നത്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമായ കാലം എത്തിയിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തിലെ രാജാക്കന്മാരും അധിപതികളും യഹോവയ്ക്കും അവന്റെ അഭിഷേക്തനായ ക്രിസ്തുവിനെതിരെ ഗൂഢാലോചന നടത്തി തങ്ങൾ കിട്ടിയിരിക്കുന്ന ഈ രാജഭരണം വിട്ടുകൊടുക്കുവാൻ സമയമായെങ്കിലും കൊടുക്കുവാൻ അവർ തയ്യാറാകുന്നത്. കാരണം അധികാരത്തിൽ കൈയിട്ടവര് ഇറങ്ങിപ്പോവും, അവർ പോകില്ല. പക്ഷേ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിരിക്കുകയാണ്.
അവൻ ഭിക്ഷ കൊടുക്കില്ല. അപ്പോൾ സ്വന്തം ജീവൻ കൊടുത്ത് മാനവൃന്ദെ വിലയ്ക്ക് വാങ്ങിയ നാഥനാണ് യേശു. അവനാണ് ഇനി 1000 വർഷങ്ങൾ ഭൂമിയെ ഭരിക്കാനുള്ള അവകാശം. ഈ ഭൂമിയെ എല്ലാ കാലത്തേക്കും അവൻ ഭരിക്കില്ല. 1000 വർഷത്തേക്ക് ഭരിച്ച് ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിന്റെ എതിരായുള്ള എല്ലാ ശത്രുക്കളെയും നീക്കി ഒടുവിലത്തെ ശത്രുവായി മരണത്തെയും നീക്കി കളഞ്ഞ ശേഷം അവൻ എന്ത് ചെയ്യും? രാജ്യം തന്റെ പിതാവിനെ ഏൽപ്പിക്കുമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ കൈമാഷാണെന്ന് അറിയാമോ? രാജ്യം അവൻ പിതാവിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ദാനിയേൽ പ്രവചനം 4:17 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അത്യുന്നതനായവൻ 7 കാലം കഴിയുമ്പോൾ, ദാനിയേൽ പ്രവചനം 4:17 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അത്യുന്നതനായവൻ, അതായത് യഹോവയാം ദൈവം 7 കാല ശിക്ഷ കഴിയുമ്പോൾ രാജ്യത്വം തനിക്ക് ബോധിച്ചവന് കൊടുക്കും. തനിക്ക് ബോധിച്ച തന്റെ പ്രിയപുത്രൻ, തന്നെ കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തന്റെ ഇഷ്ടം പ്രവർത്തിച്ച പ്രിയപുത്രനെ മനവരാശിയുടെ രാജാക്കന്മാരുടെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് 2-ാമത്തെ സങ്കീർത്തനത്തിലൂടെ നമ്മൾ പറയുകയാണ്. ദൈവം തന്റെ ഇഷ്ടം പ്രവർത്തിച്ച തന്റെ പ്രിയപുത്രനെ ഈ രാജ്യത്വം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ദാനിയേൽ അവിടെ കണ്ടു, തനിക്ക് ബോധിച്ചവനെ കൊടുക്കുമെന്ന് പറഞ്ഞ ആ ബോധിച്ചവനെ നമ്മൾ കണ്ടെത്തി, യോഗ്യതയുള്ളവനെ കണ്ടെത്തി. അവന്റെ യോഗ്യത എന്താണ്? അവൻ സ്വന്തം രക്തം കൊടുത്ത് സകല വംശത്തിലും സകല ഭാഷയിലും സകല ഗോത്രത്തിലും സകല രാജ്യങ്ങളിൽ നിന്ന് ഈ മഹാവലിയ മാനവവർഗത്തെ വിലയ്ക്ക് വാങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നീതിക്ക് തൃപ്തി വരുത്തിക്കൊണ്ട് മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം കൊടുത്തുകൊണ്ട് ആദാമിക പാപത്തിന് മറുവില കൊടുത്തുകൊണ്ട് മനുഷ്യവർഗത്തെ അവൻ വീണ്ടെടുക്കുകയാണ്. ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് വന്നതെന്ന് പറഞ്ഞ ഗുരു അക്ഷരം പ്രതി അതനുസരിച്ചുകൊണ്ട് കുരിശിൽ തന്റെ നീതിമാനായ ഗുരു കുരിശിൽ തന്റെ ജീവൻ നമുക്ക് വേണ്ടി മറുപടിയായി ഒരു അകൃത്യാഗമേ ഒഴുക്കികളെ നമ്മെ വിലയ്ക്ക് വാങ്ങി. അത് തന്നെയാണ് അവന്റെ യോഗ്യത. അതുകൊണ്ട് പിതാവ് അവനെ ഉയർത്തി സകലനാമങ്ങൾക്ക് മേലായ നാമം നൽകി എന്നെയും നിങ്ങളെയും ഭരിക്കുവാനുള്ള, എന്നെയും നിങ്ങളെയും നീതിയിൽ വിധിക്കുവാനുള്ള അധികാരം കൊടുത്തുകൊണ്ട് യേശുവിനെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സർവ്വാധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സർവ്വാധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു പറയുകയാണ്. ഞാൻ എന്റെ പ്രിയപുത്രനെ വാഴിച്ചിരിക്കുന്നു, എന്റെ സിയോനിൽ ഞാൻ എന്റെ പ്രിയപുത്രനെ വാഴിച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇത് ചേർത്ത് വായിക്കുക. അതുകൊണ്ട് യേശു രാജാക്കന്മാരുടെ രാജാവായി ഈ ഭൂമിയിൽ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അവൻ അദൃശ്യ മണ്ഡലത്തിൽ തന്റെ ശക്തിയുള്ള ദൂതന്മാരാകുന്ന തന്റെ മണവാട്ടി സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോക രാജ്യങ്ങളെ ഭരണത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യം സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ അത് ഇൻവിസിബിൾ ഫേസിൽ നിൽക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ